ഗൈസ് വേറെ ആരും വന്നിട്ടില്ല ഗൈസ്. ആർട്ടിസ്റ്റ് തന്നെ ഈ രാവിലെ തന്നെ എന്തിനാണോ കുത്തി എഴുതി. കാഞ്ചന്റെ ടൈം റെഡി ടു എയർ. സംസർഗ ദോഷമല്ല, ഇത് സംസർഗ ഗുണമാണ്. അതെന്താ? സാധാരണ പന്ന ആൾക്കാരുടെ കൂടി അവരുടെ ദോഷം നമുക്ക് കിട്ടും. ഇതാണ് കാഞ്ചനെ കെട്ടാൻ പോകുന്നത് നമ്മുടെ പുതിയ കുടുംബത്തിലെ പുതിയ വ്യക്തി. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നതേ നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി. ഇന്നൊരു സ്പെഷ്യലല്ല, നമ്മുടെ കാഞ്ചലിൻ്റെ മാരേജിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ എന്തായാലും ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിന്ന് 7:30 വണ്ടി പിക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മേക്കപ്പ് ചെയ്തിട്ട് പോവാം കേട്ടോ. വണ്ടി ഓൾറെഡി വെയിറ്റിംഗ് ആണ്. ബേസ് ഇന്ന് ഒരു ടെക്സ്റ്റൈൽസിലാണ് നമുക്ക് ഷൂട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം വരുന്നത് കേട്ടോ. ഉള്ളോ, ഇതെൻ്റെ 2-3 ഇയേഴ്സ് മുമ്പുള്ളൊരു ഡ്രസ്സാണ്. എൻ്റെ മേക്കപ്പ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല. വണ്ടി എപ്പോഴേക്കും വന്ന കാരണം അവിടെ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അതിൻ്റെ കുറച്ച് BTS സംഭവങ്ങളൊക്കെ എടുക്കാം. നമ്മുടെ അർജുൻ ഇല്ല, ഗൗതവും ഇല്ല, അതുകൊണ്ട് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. കുഴപ്പമില്ല, നമുക്ക് കാഞ്ചന താരചേച്ചിവരൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ പറ്റാവുന്നതൊക്കെ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഓക്കെ ബൈ. വണ്ടി വന്നു. നീ ആയിരുന്നു വണ്ടി പോസ്റ്റാണ് ഗൈസ്. പൂരി മസാല, മസാല ദോശ, ഗീ റോസ്റ്റ് മസാല ദോശയുണ്ടോ? ആർക്കെ വെയിറ്റിംഗ് പോലെ ഗൈസ്. വേറെ ആരും വന്നിട്ടില്ല ഗൈസ്. ആർട്ടിസ്റ്റ് തന്നെ ഈ രാവിലെ തന്നെ എന്തിനാണോ കുത്തി എഴുന്നള്ളിപ്പിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ഇരിക്കുന്നുണ്ടോ സൈഡിൽ? ഗുഡ് മോർണിംഗ്. കാഞ്ചനയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് ഗൈസ്. നമ്മൾ കല്യാണത്തിന് സംഭവബഹുലമായ എപ്പിസോഡുകളാണ് ഗൈസ് വരാൻ പോകുന്നത്. പാർക്കിങ്ങിലാണ് ഗൈസ് ഫസ്റ്റ് ഷൂട്ട് വരുന്നത്. നമ്മളെല്ലാം പാർക്കിങ്ങിലേക്ക് ലൈറ്റും പോയി. കള്ളി അതെന്താണെന്നറിയോ, ഞാൻ ഫ്രണ്ടിൽ വരുമ്പോൾ എൻ്റെ കൗള് ഭയങ്കര വലുപ്പം. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഉണ്ടെന്ന് ഇവിടെ ശിവ പറഞ്ഞു, അതായത് അവളുടെ അച്ഛൻ പറഞ്ഞു. ചെറിയ സിമിലാരിറ്റി എവിടെയോ കവളാണോ? ഞാൻ ഉരുണ്ടിരിക്കുന്നു, നീ പറഞ്ഞിരിക്കുന്നു. ആ കവള് എന്താ ചെയ്യുന്നത്? ഷോപ്പിനുള്ളിൽ കയറിയിരിക്കുകയാണ്. നമ്മുടെ സീനായിട്ടില്ല. ഇഷ്ടമായില്ല, എനിക്ക് ന്യൂഡ് സ്മെല്ല ഇഷ്ടം. വന്നിട്ട് പർച്ചേസിങ് നടത്തണം കേസ്. കൊള്ളാം. ഞാൻ 2 പെർഫ്യൂംസ് വാങ്ങിച്ചു ഗൈസ്. ഈ ഫോണിന് എന്നതല്ല അങ്ങോട്ടേക്ക് വന്നേ. എന്നിട്ട് ഇപ്പം എന്താ ചെയ്യുന്നേ?
കമ്മലന്മാരെ നോക്കുക. ഗൈസ്, ഈ സാധനത്തിലൊന്നും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ഈ 2 സാധനങ്ങൾ കൊണ്ട് മാത്രം അതിനോടൊരു താല്പര്യം തോന്നിയിട്ടുള്ള ഒരാളാണ് ഞാൻ. സംസർഗ ദോഷമല്ല, ഇത് സംസർഗ ഗുണമാണ്. അതെന്താ അത്? സാധാരണ പല ആൾക്കാരുടെ കൂടി അവരുടെ ദോഷം നമുക്ക് കിട്ടും. എല്ലാ ആൾക്കാരുടെ കൂടുമ്പോൾ നല്ല ഗുണങ്ങൾ വരും. ഓ അതെ അതെ അതെ, അതൊക്കെ വാങ്ങിച്ചിങ്ങനെ കൂട്ടി വെക്കും, ഇടില്ല നമുക്ക്. വിശ്വസിക്കല്ലേ, ഈ കൊച്ചു പറയണ മുഴുവൻ നുണയാ. അല്ല ഗൈസ്, ഇവര് കൊറേ വാളയും മാലയൊക്കെ വാങ്ങിച്ചു കണ്ട് ഇതൊന്നും ഇഷ്ടമില്ലാത്ത ഞാന്. കുപ്പിവളയോ? ഇത് കമ്പിവളയല്ല, കമ്പികളുണ്ട്, കുപ്പികളുണ്ട്, എല്ലാം ഉണ്ട്. നോക്കിയോ? ചെക്ക് ചെയ്തോ? അതെന്താണ് തലേ ദിവസം ആനന്ദേട്ടനാണ് വെച്ചേക്കണേ. ആനന്ദ് നടന്നു വരുന്നു, ഇവരങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ശ്രദ്ധിക്കാം. ആനന്ദേട്ടൻ മനുഷ്യൻ. ഗൈസ് 10-15 ജോഡി കുർത്തി പർച്ചേസ് ചെയ്തു ഗൈസ്. ഇതിൻ്റെ ഒക്കെ ഇനി ഹോൾ വീഡിയോ ചെയ്യാൻ കേട്ടോ. ഏറ്റവും കാണണ്ട. ഇതാണ് കാഞ്ചിനെ കെട്ടാൻ പോകുന്നത് നമ്മുടെ പുതിയ കുടുംബത്തിലെ പുതിയ വ്യക്തി. നമ്മുടെ കുടുംബത്തിലെ പുതിയ വ്യക്തി ഇതാണ് അനിൽ. ഇനി മുതൽ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. എന്റെ ചേട്ടൻ എല്ലാവർക്കും അറിയായിരിക്കും. വാഷ്റൂമിൽ പോയതാ. ഇന്ന് നൈറ്റ് ഫുള്ളും ഇവിടെ ആയിരിക്കും ഷൂട്ട്. പക്ഷെ ഞാൻ 18 കുർത്തി എടുത്തു ഗൈസ്. ചെറിയ റേറ്റ് ഉണ്ട്. പിന്നെ ഒരു ലെഗിൻസ്. അതിൻ്റെ ഹോൾ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. ഈ ഡ്രസ്സ് ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇഷ്ടമില്ലാത്ത ഡ്രസ്സായിരുന്നു. എല്ലാവരും മായ നോക്കിക്കൊണ്ടിരിക്കും. ഒരാളെ അവിടെ നോക്കുന്നു. ചോര ചേട്ടനിലെ പെൺപിള്ളേരെ കണ്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ചേച്ചി വൈറ്റ് എടുത്ത് നോക്കിയേ. ബ്ലൂ അല്ലേ നോക്കിയത്? ഫോട്ടോ കൊടുപ്പാங்க. എന്താ അടിപൊളി.
ആക്ഷൻ. ഇവളുടെ അല്ല, എന്റെ ആണ് കല്യാണം. വേറെ എടുക്ക്. ആ ചേച്ചികൾ വേറെ എടുത്തു കൊടുത്തോ. ആ നിങ്ങൾ പാസിംഗ് പൗഡർ റെഡി. വലിയ വെഡിങ്ങുള്ള ആൾക്കാരും കാരണം ഇപ്പൊ എല്ലാവർക്കും അത്യാവശ്യം നല്ല വെയിറ്റ്ലെസ് സിമ്പിൾ എലഗന്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ നോക്കാം. എനിക്ക് അങ്ങനത്തെ ആ ബേബി പിങ്ക് ആ ഒരു ടൈപ്പ് അതൊക്കെ എനിക്കിഷ്ടം. വരാൻ നോക്ക്. ആ ജീവൻ കറങ്ങി നടക്കുന്നുണ്ടായിരിക്കും, മുന്നിൽപ്പെടാതെ നോക്ക്. പിന്നെ അവൻ സർവ്വ ആദിയല്ലേ, ചുമ്മാ അതിരി അവിടെ പറഞ്ഞു. ശരി ശരി, എന്തായാലും പെട്ടെന്ന് വരാൻ നോക്കെന്ന് പറഞ്ഞു. ഗൈസ് ചതിച്ചതാ ഗൈസ്, ചതിച്ചതാണ് ഗൈസ്. കാഞ്ചനയ്ക്ക് ഇതുവരെ 1 വർഷമായിട്ട് കാഞ്ചനയ്ക്ക് ഒരു കൂട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കൂട്ട് വന്നപ്പോ ഇപ്പൊ ഇഷ്ടം പോലെ അതിൻ്റെ ഒന്നുമില്ല. മോയെ കണ്ണിലുണ്ട്, അവന്റെ കണ്ണില് എന്ത് പറ്റി ചേട്ടാ? ജീവൻ ചേട്ടൻ എന്ത് പറ്റി ഇതൊക്കെ? ഓ ആ കാഞ്ചന്റെ ടൈം. സാർക്ക് വെഡിങ് മാളിൽ ഇതൊക്കെ ഭയങ്കര റേറ്റ് കുറവുണ്ടെന്ന്. 5 രൂപയുള്ളൂ. സാരി എടുക്കുക, സാരി നോക്കുക, ഒന്നും എടുക്കുന്നില്ല. സീരിയലിലെ പോലെ തന്നെ റെഡി ടു വെയർ. ബാഗ് എടുക്കുക. ഷൂട്ടിന് വന്നതാ ഇവിടെ. ഒന്ന് നീക്കി അപ്പുറത്ത് കിടക്കട്ടെ. അയ്യോ അവിടെ ഞാൻ വരുമോ? കുറച്ച് നീക്കാവോ? ഇപ്പൊ നിനക്ക് ഭയങ്കര എത്രയാണ് ഇന്ന് റേറ്റ്? ഓ ഉള്ള കറക്റ്റ് ബ്ലൗസ് അതേപോലെ കളറ്. അവിടെ ഉണ്ട് അല്ല അവിടെ ഷൂട്ട് അല്ല ഇതേ ഇവിടെ ഇഷ്ടം പോലെ ഓറാണ്. ബാഗ് എടുക്കുക. ഷൂട്ടിന് വന്നതാ ഇവിടെ. ഒന്ന് നീക്കി അപ്പുറത്ത് കിടക്കട്ടെ. അയ്യോ അവിടെ ഞാൻ വരുമോ? കുറച്ച് നീക്കാവോ? ഇപ്പൊ നിനക്ക് ഭയങ്കര എത്രയാണ് ഇന്ന് റേറ്റ്? ഓ ഉള്ള കറക്റ്റ് ബ്ലൗസ് അതേപോലെ കളറ്. അവിടെ ഉണ്ട് അല്ല അവിടെ ഷൂട്ട് അല്ല ഇതേ ഇവിടെ ഇഷ്ടം പോലെ ഓറാണ്.
വാങ്ങി തോന്നണോ എന്തേ? ആ ഓക്കെ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷൂട്ട് അവസാനിച്ചിരിക്കുന്നത് എനിക്ക് മാത്രമാണ് അവസാനിച്ചത്. നമുക്ക് ആർ കെ വെഡിങ് മാളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരുടെ മുമ്പ് എനിക്കൊരു ജസ്റ്റ് ഒരു പ്രൊമോഷൻ ചെയ്യാൻ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള സംഭവം എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ഞാനൊരു 18 ടോപ്പ് എടുത്തു. 18 ടോപ്പ്, ഒരു ലെഗിൻസ് സീരിയലിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അവിടെ ആടി സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കറക്റ്റ് ടൈമിനാണ് അവിടെ എത്തിയത് അല്ലേ ഗൈസ്? അല്ലേ? ആ. അപ്പോൾ ഇന്ന് ഒരു 8:30 ആകുമ്പോഴേക്കും എൻ്റെ ഷൂട്ട് കഴിഞ്ഞു. കാഞ്ചൻ്റെ കഴിഞ്ഞിട്ടില്ല. എൻ്റെ കഴിഞ്ഞു, താരചേച്ചിയും കഴിഞ്ഞു, ആനന്ദേട്ടനും കഴിഞ്ഞു. കാഞ്ചനയും പിന്നെ കാഞ്ചനയുടെ ഭർത്താവും മീൻസ് ഭാവി വരണം, എക്സ് കാമുകനും അവരുടെ ഒന്നും തീർന്നിട്ടില്ല. അവരുടെ ഷോട്ടാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ ബാക്കിൽ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഉണ്ട്, കവറുകളെല്ലാം ഉണ്ട്, ഫുഡുണ്ട്. എല്ലാം കൊണ്ട് ഞാൻ തിരിച്ച് പോകണം. ബൈ ബൈ.